ഹലോ, ഇന്ന് രാവിലെ തന്നെ നമ്മളൊന്ന് ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും നേരമൊക്കെ ഒന്ന് വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഞ്ഞുണ്ട്. അതിൻ്റെ ഒപ്പം അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ മെല്ലെ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു പാലമുണ്ട്. അപ്പുറത്ത് കാണുന്ന മൊത്തം വയലുകളാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. കുറച്ച് നേരം പാലത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ കൊട്ടയിൽ കാണുന്ന മഞ്ഞളും കസ്തൂരി മഞ്ഞളെല്ലാം അമ്മയും അച്ഛനും കൂടെ നട്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് കാണുമ്പോൾ ബീൻസാന്ന് തോന്നുമെങ്കിലും അത് ശംഖുപുഷ്പത്തിൻ്റെ കായയാണ്. തൊട്ടിപ്പുറത്ത് നിങ്ങൾ കണ്ടത് വള്ളിപ്പയറാണ്. രാവിലെ തന്നെ ഞാൻ ഒരു കട്ടൻ കാപ്പിയും വിച്ചു ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വാഴയില വെട്ടുന്നുണ്ട്. എനിക്ക് വാഴയിലയിൽ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. എറണാകുളത്താണെങ്കിൽ വാഴയിലയൊക്കെ ബ്ലിങ്കിറ്റിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അപ്പവും പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇലയൊക്കെ വിളമ്പി. ആദ്യം ഞാൻ കുറച്ച് പുട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പുട്ടും വറുത്തരച്ച ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു പപ്പടം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വാഴയിലയിൽ പുട്ടും വറുത്തരച്ച കോഴിക്കറിയും പപ്പടവും ചായയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. ഇതെല്ലാം സൺഡേ നമുക്ക് കസിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോറോത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന KSRTCയിലാണ്. അങ്ങനെ പോയി നമ്മൾ 4 മൈൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടുരുചിയിൽ വീട്ടിലത്തെ രാവിലത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ. ഉച്ചത്തെ ഫുഡ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.